ചൂരൽമലയുടെ ചരിത്രത്തിൽ നല്ലൊരു സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ആ പറയുന്ന സ്കൂളിൻ്റെ നിലവിലത്തെ അവസ്ഥയാണിത്. അതിൻ്റെ ഒരു വികൃതി എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തി വീടും അധ്വാനിച്ചതും എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടുത്തി. അങ്ങനെ പ്രകൃതിയുടേതായ താണ്ഡവമായ ഒരു പ്രദേശമാണ് ചൂരൽമല. ഒരു സ്വപ്നം പോലെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നെന്നിച്ച സമയം ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും സ്വപ്നമാണ് കണ്ടതെന്ന്. കണ്ണ് തുറന്നപ്പോൾ ചേറിലും അഴുക്കിലും ഒഴുകി പോകുന്നത് ചിലരെ സ്വപ്നമായിട്ടും ചിലർ യാഥാസ്ഥികമായിട്ടുമായിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ രക്ഷപ്പെടാൻ പറ്റില്ലാത്ത ഒരു വലിയൊരു ദുരന്തത്തിലേക്കാണ് അവർക്ക് പോകാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു വലിയൊരു പ്രദേശമാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ നമ്മളെ കണ്ണ് നിറയാതിരിക്കില്ല. അത്രത്തോളം വേദനാജനകമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ നടന്നൊരു സ്ഥലമാണ് ഞാനീ നിൽക്കുന്നത്. നമ്മുടെ ഖബർസ്ഥാനം അവിടെ. അല്ലാഹുവേ, ആർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയത്തില്ല പഠിച്ചവനെ. ഈ ഒരു നാടിൻ്റെ പ്രദേശം മുഴുവനുമുള്ള ആളുകളാണ്. ഞാൻ ഓതിയ യാസീൻ്റെ ബർക്കത്ത് എല്ലാവരുടെയും ഖബർസ്ഥാനിൽ എത്തിച്ചു കൊടുക്കണം പഠിച്ചവനെ.